ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നമ്മുടെ നാടിൻ്റെ അവിടെ ഒരു കോറിയുടെ അവിടെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ 2 ദിവസമായിട്ട് എല്ലായിടത്തും കൂൺ പൊട്ടുന്നുണ്ട്. അപ്പോൾ ഒരു പറമ്പിൽ വന്ന് നോക്കി നോക്കിയപ്പോൾ ഇഷ്ടം പോലെ കൂന് കണ്ടോ. ഇത് നമ്മുടെ ഒരു കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞാണ് ഇന്നലെ ഈ ഭാഗത്ത് നിന്ന് കുറേ കൂൺ കിട്ടി പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കാട്ടിലൂടെ ഇങ്ങോട്ട് വന്നു, ഈ പറമ്പിലേക്കൊന്ന് കയറി നോക്കി നോക്കിയപ്പോൾ മുട്ടുകൂനുണ്ട്. ഒരു ഇതുള്ള എല്ലാ കൂനുകളും വിരിഞ്ഞിക്കണു. കാണാൻ നേരം വൈകി, എന്നാലും കേടുപാടൊന്നും വലിയതായിട്ട് സംഭവിച്ചിട്ടില്ല. വിരിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പൊട്ടുന്ന കൂനിനെ പെരിക്കാല് കൂനെന്നാണ് പറയുക. കാരണം നമ്മൾ പറിക്കുമ്പോൾ തന്നെ നല്ല നീളമുണ്ടായിരിക്കും അതിൻ്റെ കാല്. ഉണ്ടോ, ഒരുപാട് സ്ഥലത്ത് പൊട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര മനസ്സിനൊരു സുഖമാണ്. നല്ല ഗന്ധമാണ് കേട്ടോ. ഈ കൂൻ പൊട്ടി നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ വന്ന് നിന്നാൽ കണ്ടോ, ഓരോ കൂനിൻ്റെയും കാലുകൾ എത്രയോളം നീളം കണ്ടോ. ഇത് നമ്മൾ കാണാൻ കുറച്ച് നേരം വൈകി, അല്ലെങ്കിൽ നമുക്ക് മുട്ടുകൂനായിട്ട് കിട്ടിയായിരുന്നു ഇതിനെ. എന്തായാലും നമുക്ക് ഇപ്രാവശ്യത്തെ ആദ്യത്തെ കൂനാണ് കേട്ടോ. നമുക്ക് 2 ദിവസം അടുപ്പിച്ച് കൂൺ കിട്ടിയിട്ടോ ഈ സ്ഥലത്ത് നിന്ന്. അത് രണ്ടും ഈ വീഡിയോയിലുണ്ട്. ഇത് കിട്ടണത് ഒരു 10 മണി സമയത്താണ് നമുക്ക് കൂൺ കിട്ടുന്നത്. ഇത് നാശമായതൊന്നുമല്ല, ഇത് മഴ പെയ്തിട്ട് വെള്ളം വന്നിട്ടാണ്. എന്നാലും നമുക്കതിൻ്റെ കാലൊക്കെ ഉപയോഗിക്കാം. മഴ പെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നേരെ ഡയറക്റ്റായിട്ട് വീണപ്പോൾ പോയതാണ്. ചൂടുവെള്ളത്തിലൊക്കെ കഴുകി അടിപൊളിയായിട്ട് വൃത്തിയാക്കി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വൃത്തിയാക്കി അടിപൊളിയായി ഫ്രൈ ആക്കി വയ്ക്കുക. കണ്ടോ, നിൽക്കണുണ്ടോ. ഞങ്ങൾക്ക് എല്ലാ കൊല്ലം ഈ ഭാഗത്ത് നിന്ന് ഒരുപാട് കിട്ടാറുണ്ട്. ഇവിടെ ഒരു 2, 3, 4 പ്രാവശ്യം പൊട്ടും. വാവിൻ്റെ സമയത്താണ് പൊട്ടാറ്. പ്രാവശ്യം നേരത്തെ പൊട്ടിയെന്ന് മാത്രം. വാവിൻ്റെ സമയത്ത് ഇനിയും പൊട്ടാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കൂൺ കിട്ടുന്ന സമയത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ക്യാമറ ഒക്കെ ഇങ്ങനെ നമ്മൾ പിടിച്ച് എടുത്തിരിക്കുന്നത്. അത് പൊട്ടിക്കാൻ വന്ന സമയത്ത് ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫോണിലൊന്നും വെള്ളമാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ തിക്കും തിരക്കിലെടുത്താണ്. ഈ കൂനിനെ പല നാടുകളിലും പല പേരാട്ടാ. തൃശ്ശൂർ ജില്ലയിൽ കൂനാണ് ഇതിന് കൂനെന്നാണ് പറയുക. ഇതാണ് ആദ്യത്തെ ദിവസം കിട്ടിയ എനിക്ക് കൂന് കേട്ടോ, വിരിഞ്ഞ കൂന്. ഇനി 2ാമത്തെ ദിവസം കിട്ടിയ കൂനാണ് കാണിക്കാൻ പോകുന്നത്. അതൊരു രാത്രിയിലാണ് കിട്ടിയത് കേട്ടോ. രാത്രി ഒരു 5 മണി 5:30 സമയത്താണ്. കണ്ടോ, മുട്ടുകൾ നിൽക്കണുണ്ടോ. അതിൻ്റെ അടിയിൽ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. വിരിയാൻ സമയം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല, വേറെ ആരെങ്കിലും പൊട്ടിക്കും. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ആ വെളുത്ത് നിൽക്കുന്നതൊക്കെ കൂനാണ്. കൂൻ പൊന്തി വരുന്നുള്ളൂ. വെയിൽ നല്ലോണം തറച്ചാലാണ് ഇത് ഇത്തിരി കൂടി വലിപ്പം വരുള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ അങ്ങോട്ട് കാത്തു നിന്നാൽ നമുക്ക് ഒന്നും കിട്ടില്ല. എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടോ, അതൊക്കെ കൂനാണ് കണ്ടോ. അത് മുളച്ച് വരുന്നുള്ളൂ. ഇത് 2ാമത്തെ ദിവസം കിട്ടിയ കൂനാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് ഇത് അമ്മ നന്നാക്കി കഴിഞ്ഞിട്ടൊരു കിണ്ണത്തിൽ വെച്ചിട്ട് എടുത്താണ്. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊരു 5:30 സമയത്ത് കിട്ടിയ കൂനാണ്. ആദ്യത്തെ കൂന് ഒരു 10 മണി സമയത്ത് കിട്ടിയ കൂനാണ്. 5:30 സമയത്ത് അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഫുഡ് ദോശയും കൂനാണ്.